ഇന്ന് നമ്മൾ വന്ന് നിൽക്കുന്ന സ്ഥലമാണ് ചായ് സുട്ട കഫേ. ചായ് സുട്ട എന്നൊക്കെ പറയുമ്പോൾ ചൂട്ട് കത്തിച്ച് ചായ ഉണ്ടാക്കുന്ന സ്ഥലമാണെന്നൊന്നും വിചാരിക്കരുത്. പൊതുവേ ഒരു കോമൺ വേർഡാണ് അത്. നമ്മൾ ചായയും ഒരു സിഗരറ്റും എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത് തന്നെ. കയറി വരുമ്പോൾ തന്നെ ആദ്യം നമുക്ക് കാണാൻ കിട്ടുന്നത് മറിയാമ്മേനെയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഇന്നൊരു ചായയും കുറച്ച് ഫുഡൊക്കെ കഴിക്കാം എന്നുള്ള ഒരു പ്ലാനായിട്ടാണ് ഇവിടെ എത്തിയേക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവരെന്താണ് ഇത്ര അതിശയത്തോടുകൂടി മുകളിലേക്ക് നോക്കി നിൽക്കുന്നത് എന്നുള്ളത്. വേറെ ഒന്നല്ല, അവിടെ ഓർഡർ എടുക്കാൻ ആൾ വന്നിട്ടുണ്ട്. ഇവർ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ഞാനും മുകളിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. എന്തൊക്കെയോ കുറേ ബണ്ണ് വെച്ചിട്ടുള്ള സംഭവങ്ങളാണ്. എന്തായാലും ഓരോന്നായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരുന്നതായിരിക്കും. വളരെ മനോഹരവും നല്ല വൃത്തിയുമായിട്ടുള്ള ഒരു കിച്ചൺ കേട്ടോ. ഓപ്പൺ കിച്ചണാണ്, നമുക്ക് അവിടെ ഉണ്ടാക്കുന്നതൊക്കെ നേരിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ ചായ തരുന്നത് ഇങ്ങനത്തെ മൺ ഗ്ലാസ്സുകളിലാണ്. നല്ലൊരു സംഭവമായിട്ട് തോന്നിയിട്ട് വെറൈറ്റി ആയിട്ടുണ്ട്. മെനുവിലേക്ക് വരുമ്പോൾ ചായയൊക്കെ 5 ദിറത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ കുറെ സാൻഡ്വിച്ചും സംഭവങ്ങളും. നമ്മൾ ഓർഡർ ചെയ്ത മസ്ക ബൺ ആദ്യം തന്നെ എത്തിയിട്ടുണ്ട്. ഇതേപോലത്തെ കുറെ ബണ്ണ് വെച്ചിട്ടുള്ള കളികളാണ് ഇവന്മാർ ഫുള്ള് ഇവിടെ. ചായ എന്ന് പറയുമ്പോൾ വെറും ചായ അല്ല കേട്ടോ, നല്ല ഏലക്കായയും ഇഞ്ചിയും ഒക്കെ ഇടിച്ച് ആഡ് ചെയ്തിട്ടാണ് അവർ തരുന്നത്. അത് നമ്മുടെ ആവശ്യാനുസരണം അവർ ചേർത്ത് തരും. മൺ ഗ്ലാസ്സിലായതുകൊണ്ട് നല്ല ചൂടുണ്ട്. ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി മറിയാമ്മ പോസ് ചെയ്തിട്ട് കൈ പൊള്ളിയിട്ട് കാണിക്കുന്ന ആ ഒരു മനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓർഡർ ചെയ്ത സംഭവങ്ങളൊക്കെ ഏകദേശം ടേബിളിൽ വന്ന് നിറഞ്ഞിട്ടുണ്ട്. മസ്ക ബൺ, അതേപോലെ തന്നെ പാവ് ബജി, അങ്ങനെയൊക്കെ ഇതേ ഫ്രെയിമിൽ നിന്ന് ചായ എടുത്തുകൊണ്ട് പോകണം. എന്താ ചെയ്യുക. മറിയാമ്മയ്ക്ക് നമ്മൾ ഓർഡർ ചെയ്തതിൽ ഇഷ്ടപ്പെട്ടതിൽ ഒരു സാധനം മസ്ക ബണ്ണ്. നല്ല ടേസ്റ്റാണ്. ഇത് ഇങ്ങനെയൊന്നും അല്ല കഴിക്കേണ്ടത്, ഇത് നേരെ എടുത്തിട്ട് ചായയിലേക്ക് മുക്കി കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുഞ്ഞു ഗ്ലാസ്സിലേക്ക് ഇത്രയും വലിയ മസ്ക ബൺ മുക്കാനായിട്ട് പാടുപെടുകയാണ് കുട്ടി. നാച്ചൂട്ടനും ഇനാരയ്ക്കും ഓരോ നൂഡിൽസ് അങ്ങ് ഓർഡർ ചെയ്തു. അതും നല്ല ചീസൊക്കെ ഇട്ടിട്ട് ഒരു കിടിലൻ സംഭവം. ഈ ഒരു ഐറ്റമാണ് പനീർ സാൻഡ്വിച്ച് എന്ന് പറയുന്നത്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആയിട്ട് തോന്നിയിട്ട് അവിടുത്തെ. നമ്മളിങ്ങനെ ഒരു സൈഡിൽ നിന്ന് കഴിച്ച് തീർത്തുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്കാരൻ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ബണ്ണുകൾ കൊണ്ടുവന്ന് ടേബിളിൽ നിരത്തിക്കൊണ്ടിരിക്കണം. ഇയാളാരും അങ്കിൾ ബണ്ണാണ്, അത് കഴിച്ചിട്ട് തീരണമില്ല. ഈ ഒരു ബണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ മസ്ക ബൺ പോലത്തെ ഒരു സംഭവമാണ്. ഇതിൻ്റെ ഉള്ളിൽ ഈ വൈറ്റ് കളറിലുള്ള ക്രീമാണ് വെച്ചേക്കുന്നത്. ഈ ക്രീം എന്ന് പറയുന്നത് ഒരു വികാരവും ഇല്ലാത്തൊരു സാധനം. മധുരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നാൽ വേറെ എന്തെങ്കിലും ടേസ്റ്റ് ഉണ്ടോ? ഇല്ല. വെറുതെ ബണ്ണ് കഴിക്കുന്ന പോലെ തന്നെ. ചായ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ, നല്ല ഫ്ലേവറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു അടിപൊളി സംഭവമാണ്. നാച്ചുട്ടനാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബണ്ണ്, ക്രീമൊക്കെ ഉള്ള ഒരു ബണ്ണ് എടുത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും വേണ്ടാത്തൊരു സംഭവം അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. എന്തായാലും ആ ഒരു ഗ്യാപ്പിൽ നാച്ചുട്ടനെ കൊണ്ട് ഇത് തീറ്റിച്ചിട്ട് നാച്ചുട്ടനെ നൂഡിൽസ് എടുത്ത് മറിയാമ്മ സെറ്റാക്കി. അടുത്തത് വടാപ്പാവാണ്. വടാപ്പാവ് നല്ല ഭംഗി, നല്ല വൃത്തിയൊക്കെ ആയിട്ടാണ് ഇവർ ഉണ്ടാക്കുന്നത്. എല്ലാം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ കഴിക്കാനും ഇത് അത്യാവശ്യം നല്ല സ്പൈസി ഒക്കെ ആയിട്ട് ഒരു കിടിലൻ സംഭവം തന്നെയാണ്. വൺ ടൈം ഒക്കെ ട്രൈ ചെയ്യാവുന്ന ഒരു സംഭവം. ഇത് മൈലോ ആണ് കേട്ടോ. പണ്ട് ബൂസ്റ്റ്, കോംപ്ലാൻ, മൈലോ എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അപ്പോൾ മറിയാമ്മയ്ക്ക് ഒരു നൊസ്റ്റാൾജിയ തോന്നി, അത് ഓർഡർ ചെയ്തു. സംഭവം സാധനം കേട്ടോ, കൊള്ളാം. അതേപോലെ തന്നെ കോഫിയും ഇതേപോലത്തെ ഗ്ലാസ്സിൽ തന്നെയാണ് നമുക്ക് തരുന്നത്. കപ്പിൽ അതിന്റെ മുകളിൽ കോഫി പൗഡർ ഒക്കെ ഇട്ടിട്ട് കിടിലൻ സംഭവം. എനിക്കിഷ്ടപ്പെട്ട പനീർ സാൻഡ്വിച്ച് ഒരെണ്ണം കൂടി ഓർഡർ ചെയ്ത് നമ്മൾ പരിപാടികൾ അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. അബുദാബിയിൽ വെറുതെ ഇരിക്കുമ്പോൾ വീക്കെൻഡൊക്കെ പോയി ഒരു ചായയൊക്കെ കുടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് പോയിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ചായ് സുട്ട കഫേയിലെ വിശേഷങ്ങൾ. പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക്സ്.